കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പോകണേ ഹത്തയിലുള്ള ഒരു അതിമനോഹരമായ സ്ഥലത്തേക്കാണ് പോകണേ. അവിടെ കുറേ വള്ളത്തിൽ ചാടി കുളിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്, കുറേ മീനുകളെ കാണാം. അതുമാത്രമല്ല, ഒരു വലിയൊരു ഡാമും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ലിങ്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ലൊക്കേഷനിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാം. സുഹൃത്തുക്കളെ, ഇവിടെ ഈ വെള്ളത്തിൽ നല്ല ആഴമുണ്ട് കേട്ടോ. ചാടി കുളിക്കണവരൊക്കെ പെട്ടെന്ന് അങ്ങനെ ചാടരുത്. നീന്തൽ അത്യാവശ്യത്തിന് അറിയാവുന്നവർ മാത്രമേ ചാടാവുള്ളൂ. അവിടെ കുറേ ചെറിയ നല്ല തിലോപ്പിയ പോലത്തെ കുറേ മീനുകളും ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്. വലിയ തിലോപ്പിയുണ്ട്, കുഞ്ഞു തിലോപ്പിയുണ്ട്. കുട്ടികൾക്കും നീന്തി കളിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ അപ്പുറത്തെ സ്ഥലമാണ്. പക്ഷെ ഇവിടെയാണ് ഏറ്റവും ആഴം കൂടുതലുള്ളത്. ഈ ഫ്രൈഡേസിലേക്ക് വരുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മൾ വള്ളത്തിൽ കാലൊക്കെ ഇടുമ്പം ചെറിയ കുട്ടികളാണ് പാരൻസിൻ്റെ ശ്രദ്ധയോട് കൂടിയൊക്കെ ഇടണം. കാരണം ഇൻ കേസ് നമ്മൾ വള്ളത്തിൽ ചാടിയാൽ തന്നെ അവർ നമ്മളെ രക്ഷിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ അവിടെ കുറച്ച് തിരക്ക് കൂടുതലുണ്ടായിരുന്നു. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറി വന്ന് നമ്മളിവിടെ നമ്മൾ കുറച്ച് നേരം നമ്മൾ കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്ന് കഴിച്ചു. നല്ലൊരു ചെറിയൊരു കുളിർമയുണ്ട്. എത്ര വെയിലത്ത് വന്നാൽ നമുക്ക് തണുപ്പ് കിട്ടും. കുറേ പിങ്ക് പൂക്കളുണ്ട്, കുറേ പൂക്കളുണ്ട്, നിറച്ച് പൂക്കളുണ്ട്. പിന്നെ വള്ളത്തിലാണെങ്കിൽ ഇവിടെ ആഴമൊന്നുമില്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആഴമൊക്കെ ഉണ്ടാവും. കുറേ നിറച്ച് മീനുകളും ഉണ്ട്. ശരിക്കും ക്യാമ്പ് ചെയ്യാനൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു സ്പോട്ടാണ്. ഇത് നോക്കി, നമ്മൾ ഈ എല്ലാ ചെടികളുടെ മുകളിൽ നിൽക്കണ പോലെയല്ലേ, നല്ല രസമുള്ള എക്സ്പീരിയൻസാണ്. എല്ലായിടത്തും ഈ ചെടിക്ക് വെള്ള സപ്ലൈ ആണെന്ന് തോന്നുന്നു. കുറേ വെള്ളമുണ്ട് ഇവിടെ. ഇത് നാച്ചുറലാണ്, നല്ല തണുത്ത വെള്ളമാണ്. സുഹൃത്തുക്കളെ, ഇത് നോക്കി, ഈ ചെടീൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. കുറേ ചെടികളുണ്ട് ഇവിടെ. എല്ലാത്തിൻ്റെ അടിയിൽ കൂടെ വെള്ളത്തിന് ഫ്ലോ ഉണ്ട്. കുറേ കിളികളുടെ ഒച്ചയുണ്ട് അതിൻ്റെ കൂടെ തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിളികളെ പോലത്തെ കുറേ ജീവികൾ അനങ്ങുന്നു. ഇതിലേക്ക് നിങ്ങൾക്ക് സൈക്കിൾ കൊണ്ടുവന്നാൽ സൈക്കിളൊക്കെ ചവിട്ടാം. നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിമ്മും ചെയ്യാം. പിന്നെ കുറേ നല്ല രസമുള്ള പൂക്കളും ചെടികളും കിളികളും ഒക്കെ കാണാം. സുഹൃത്തുക്കളിലേക്ക് ഇവിടെ ഈ സൂര്യൻ്റെ ലൈറ്റ് കാണുന്നുണ്ട്. അത്ര നല്ല വീഡിയോസ് ഒന്നും എടുക്കത്തില്ല. ഒരു വശത്ത് തവള കരയണ പോലെ നമുക്ക് കേൾക്കാം, ചെറുതായിട്ടാണ്. പിന്നെ ഒരു വശത്ത് കുറേ കിളികൾ കരയണ കേൾക്കാം. ഒരു വശത്ത് വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന കേൾക്കാം. ഒരു വശത്ത് ഈ കാറ്റനങ്ങനെ കേൾക്കാം. എല്ലാ ചെടികളും വെറൈറ്റിയാണ്. വേറെ കാര്യം, ഇവിടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചെരുപ്പില്ലാതെ നടക്കല്ല കേട്ടോ, കാലേ മുള്ളു കയറും. ചില കല്ലുകളൊക്കെ ഇവിടെ പൊട്ടിക്കിടക്കണ്ട്, ഇതിലേക്ക് നടക്കാം. അതുമാത്രമല്ല, ഇവിടെ കുറേ പെബിൾ റോക്സ് ഉണ്ട്, കുറേ പെബിളുണ്ട്. നല്ല രസം. അതിലൊക്കെ കുറേ ആൾക്കാർ ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്. ക്യാമ്പിങ് സ്പോട്ടാണ്.
ഇതിലെ വാക്കിംഗ് ട്രാക്ക് പോലത്തെ സാധനമാണ്. അതിലേക്ക് നടക്കുവോ ജോഗിയോ. സുഹൃത്തുക്കളെ നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു കിളിക്കൂടെ ചെറുത് ഒരു മരത്തെ നമ്മൾ കണ്ടു. നിറച്ച് കാട് പിടിച്ചിരിക്കുവാണ്. നല്ല രസമായിട്ട് നല്ല നല്ല തണുത്ത കാറ്റും പിന്നെ കുറേ ചെറിയ ഈ കായകളുടെ പേരൊന്നും അറിയില്ല, എന്നാലും കുറേ ഉണ്ട് നിറച്ച്. അവിടെ നോക്കുമ്പോൾ മലയും കാണാം. പിന്നെ കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചു പോലെ മീനും ഉണ്ട് കുറേ. സുഹൃത്തുക്കളെ ഇതെൻ്റെ നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസാണ്. പിന്നെ നെക്കിക്കൂടെ നമ്മൾ പോവാണ്. പോവാത്ത സ്ഥലത്ത് കൂടെ നമ്മൾ പോവാണ്. ഒരു തുരങ്കം പോലെ. സുഹൃത്തുക്കളെ ഇവിടെ മിനി സ്ട്രീമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ. അടിയിൽ കുറേ മീനുകളുണ്ട്. എവിടെയോ തവള ഇങ്ങനെ കരയണ പോലെയാണ്. അവിടെ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഡാം കാണാൻ പോവാം. ഇതെല്ലാം ഒരു ഫ്രീ സ്പേസ്. നമുക്ക് ഓടാം, സൈക്കിൾ ചവിട്ടാം, ജോഗ് ചെയ്യാം. പിന്നെ കുറെ കിളികളുടെ ശബ്ദവും നല്ലൊരു വെറൈറ്റി ഫീലാണ്. നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്. നമ്മൾ അവിടെ പോണ വഴിക്ക് നമ്മൾ ഡാമിൻ്റെ വ്യൂ എടുക്കാൻ പറ്റുമോ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നല്ലൊരു അതിസുന്ദരമായൊരു വലിയൊരു ഡാമുണ്ട്. ഇവിടെ കുറച്ചും കൂടെ വൈകുന്നേരം ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയില്ല. എന്നാൽ നല്ല വ്യൂ ആണ്. കുറേ വെള്ളമുണ്ട്, നല്ല ആഴമുണ്ട്. വെള്ളത്തിൻ്റെ അടിയിലേക്കൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ കുറേ കൊക്കുകൾ പറക്കണ കാണാം. കൊക്കാണോന്നറിയില്ല, സീകളായിരിക്കും. അതെൻ്റെ വീട്ടിൽ പോകുന്നതായിരിക്കും. രാത്രിയായില്ലേ. അവിടെ കുറേ മലകൾ കാണാം. ഇവിടെ കുറേ ആൾക്കാർ റിസ്ക് എടുത്ത് മലയിൽ കയറണം. താഴെ വീണ വള്ളത്തിൽ ചാടും. ഇവിടെ നമ്മൾ ഹോളിവുഡ് എന്നൊക്കെ അമേരിക്കയിൽ എഴുതാറില്ല, അതുപോലെ തന്നെ UAE ഹത്താന്ന് എഴുതിയൊരു വലിയൊരു ബോർഡ് നല്ല ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ല രസമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത്രയും നമ്മൾ ഹൈക്ക് ചെയ്തില്ലേ, അത്രയും ദൂരം നമ്മൾ നടന്നതും ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഒറ്റയടിക്ക് കാണാം. അത്രയും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം, റെസ്റ്റ് എടുത്ത് നമുക്ക് നല്ല സുഖമായിട്ട് ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം. അത് നമ്മളുടെ ചെറിയൊരു യൂട്യൂബ് വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ല ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് നമ്മുടെ വീഡിയോ ആദ്യമേ കാണാം. ബൈ ബൈ.